ഇവിടെ ഒരു കാതു കേൾക്കാത്ത പെൺകുട്ടി അവളുടെ വിവാഹ ദിവസം മരിച്ചുപോയ അച്ഛനെയും അമ്മയുടെ അടുത്തുനിന്ന് അനുഗ്രഹം വാങ്ങാനായിട്ട് മുട്ടുകുത്തുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ അതിൽ അവളുടെ അമ്മയുടെ ചിത്രം ഇവളുടെ തലയ്ക്ക് മുകളിൽ വന്ന് അടിക്കുന്നു. ഉടനെ തന്നെ അവളുടെ കേൾവി ശക്തിയും അവൾക്ക് തിരിച്ചു കിട്ടുന്നു. പെട്ടെന്ന് തന്നെ ഈ സന്തോഷ വാർത്ത അവളുടെ ഹസ്ബൻഡ് ആവാൻ പോകുന്ന ആളെ അറിയിക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് അവൾ ആ സത്യം കേൾക്കാനിടയാവുന്നത്. സത്യത്തിൽ അയാൾക്ക് വേറെ ഒരു വൈഫുണ്ട്. പക്ഷേ ഇവളെ ഒരു പൊട്ടിപ്പെണ്ണ ആയതുകൊണ്ട് തന്നെ ഇവളുടെ കയ്യിലുള്ള സ്വത്തൊക്കെ അഴിച്ചു മാറ്റാനായിട്ടാണ് അയാൾ ഇവളെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാവുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവൾക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. പക്ഷെ അവൾ അതൊന്നും അറിഞ്ഞ ഭാവം പോലും നടിക്കാതെ അവരുടെയൊക്കെ മുന്നിൽ ബദരിയായി തന്നെ നിൽക്കുന്നു. അവളുടെ അമ്മായിയമ്മയും ഈ ഒരു പെണ്ണിന് ഇപ്പോഴും കേൾവിശക്തി ഇല്ല എന്ന് വിചാരിച്ച് ചിരിച്ചുകൊണ്ട് അസഭ്യ വാക്കുകൾ ഇവളോട് പറയുന്നു. പക്ഷെ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന അവളുടെ അമ്മായിയമ്മയുടെ കയ്യിൽ മനഃപൂർവ്വം തന്നെ ചൂടുവെള്ളം വീഴ്ത്തിക്കുന്നു. അങ്ങനെ ഒരു വേദന കൊണ്ട് കരയുമ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന ഇവരുടെ മകൻ പെട്ടെന്ന് അവളെ അടിച്ച് തറയിലിടുന്നു. ഈ പെണ്ണിന്റെ സ്വത്ത് അടിച്ചു മാറ്റം ഉള്ളത് കൊണ്ട് തന്നെ ആ പെണ്ണുമ്പോൾ കണ്ണു കാണിക്കുമ്പോൾ ഇവനും അവളോട് ക്ഷമ ചോദിക്കുന്നു. ആ പെൺകുടി അതൊന്നും സാരമാക്കി എടുക്കാതെ അവളുടെ സ്വത്തെല്ലാം വക്കീൽ കൊടുത്ത കരാർ പേപ്പറിൽ ഒപ്പിട്ട് നൽകുന്നു. പക്ഷെ പിന്നീടാണ് ഇവർക്കൊക്കെ മനസ്സിലാവുന്നത് ആ പെൺകുട്ടി ഒപ്പിട്ട് നൽകിയത് അവളുടെ സ്വത്ത് മൊത്തം അനാഥാലയത്തിന് കൊടുക്കുന്നു എന്നാണ്. ഇത് കേട്ട് ദേഷ്യത്തിൽ അവളുടെ അമ്മായിയമ്മ അവളെ അടിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിലും അവൾ അവരുടെ മകനെ തന്നെ പിടിച്ച് മുന്നിലിട്ട് കൊടുത്ത് രക്ഷപ്പെടുന്നു.